എല്ലാവരും കണ്ടോടാ എന്റെ ശിഷ്യന്റെ പുതിയ ഐറ്റം. റോളിംഗ് സാർ. ഹായ് ബേബി. ഇതേതോ ഈ കരിഞ്ഞവൻ. എടായി കോഫി കൊണ്ട് പോടാ. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. എന്നാ തുടങ്ങി കളയാം. എടായി കോഫി. അല്ല ഇതാര്? എന്റെ കൃഷ്ണന്റെ റുക്മണി തരിയോ? എന്നാൽ ഇവനിതിനെങ്ങനെ ചാലാക്കി? ഹലോ, അതൊരു വട്ട് കേസാണേ. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഞാൻ എന്തിനാ ഈശ്വര ഇങ്ങനെ തെറ്റിദ്ധരിക്കണേ? അത് അപ്പുറത്തെ വീട്ടിലെയാ. ബാക്കിയുള്ളവന്റെ മൂഡ് കളയാനായിട്ട് വന്നോളും. നാശം. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. സോറി ഏട്ടായി ഫോൺ വിളിക്കുന്ന കണ്ടില്ലായിരുന്നു. സോറി. സാറി കുറെ ഇംഗ്ലീഷ് വാക്കുകൾ എടുത്ത് അണ്ണാക്കിൽ വെച്ചിട്ട് തോന്നുമ്പോഴെടുത്ത് തുപ്പ് പൊണ്ടോറടക്കാൻ. നീ ആരമ്മനെ കെട്ടിക്കാനായിട്ട് കരഞ്ഞോണ്ടിരിക്കണ? നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. ഹായ് ഏട്ടായി വന്നോ? ഞാൻ പേടിച്ചിരിക്കായിരുന്നു. ഇപ്പൊ കാപ്പി തരാട്ടോ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. മുളന്നിന്ന് നീ ഇപ്പൊ ആരോട് വെച്ചിട്ട് ഷർട്ട് എടുത്തിട്ടെ? എനിക്കറിഞ്ഞൂടാ. നമുക്ക് വയറുവേദനയായിരുന്നു. തനിച്ചായിന്ന് തോന്നി. അമ്മയുടെ ഒരു വയറുവേദന, അവളുടെ അമ്മയുടെ ഒരു പൂങ്കണ്ടി. ഇങ്ങനെ ഇടിക്കണോ? ഇങ്ങനെ ഇടിച്ച നട്ടലൊടിയില്ലേ? ഇന്നെന്താ മോളെ വലിയ സന്തോഷത്തിലാണല്ലോ. എന്റെ രോഗമൊക്കെ കംപ്ലീറ്റ് മാറി. ഷോക്ക് അടിച്ചപ്പോ എന്ത് രസമായിരുന്നറിയോ? അതിന് തനിക്ക് രോഗം ഉണ്ടായിരുന്നില്ലല്ലോ. കുറച്ച് ഭ്രാന്തണ്ടായിരുന്നില്ലേ? അത് കംപ്ലീറ്റ് മാറി. ഭാസ്കരേട്ടാ, ഇന്ന് അപ്പുവിന്റെ പിറന്നാളാ. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുവാ. ഇവനെ എന്തുകൊണ്ട് ഞാൻ നേരത്തെ മനസ്സിലാക്കില്ല? ചേട്ടാ ഒരു ബീഡിങ് എടുത്തേ. നിക്കണോ തരാണോ? നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? പോട്ടെ സാധേ കേട്ടാ, വീട്ടുകളാ. ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. അപ്പൊ ഇന്നെന്താ സ്പെഷ്യൽ ഉച്ചക്ക്? ബിരിയാണിയോ അതോ ഫ്രൈഡ് റൈസോ? ബിരിയാണി ഫ്രൈഡ് റൈസ് ഒന്നുമില്ല. അപ്പുവിന് പായസം ഭയങ്കര ഇഷ്ടാ. പായസം ഉണ്ടാക്കുന്നുണ്ട്. 2000 ആണ്ടോടെ പല അത്ഭുതങ്ങളും നടക്കുന്ന അതിലൊന്നും നടന്നു കഴിഞ്ഞു. കട നേരത്തെ അടക്കില്ലേ? ഞാൻ കൊണ്ടു തരാട്ടോ. അതൊക്കെ ഗ്യാസാണ്. ഗ്യാസാ? ചേട്ടാ എന്റെ ബീഡി എടുത്താന്നേ. അവിടെ ഇക്കണോ തരാം. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ദാ തന്റെ ബീഡി. ചേട്ടാ അതെ പിന്നെ പറ്റിലെഴുതിക്കോണേ. ഓ ഓ കറക്റ്റ് ആയിട്ട് തിരിച്ചു തന്നു. കടം മേടിച്ചാ കൊടുക്കാത്തവർക്ക് നീ ഒരു മാതൃകാ പുരുഷോത്തമനാകണം. സാറേ, ഉത്സവം കഴിഞ്ഞ് കൊടിയിറങ്ങി. ഞാൻ അങ്ങനെ ഇറങ്ങിക്കോട്ടെ? പൊയ്ക്കോ സമയങ്ങളല്ലേ.